ഹലോ ഗൈസ്, ഇന്നൊരു മിനി വ്ളോഗാണ് കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ പുറത്ത് പോവാണ്. ഫോൺ നന്നാക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വാങ്ങണം. അതുപോലെ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. ഞാൻ ഇറങ്ങിയപ്പോഴത്തേക്കിനും നല്ല രീതിയിൽ മഴ പെയ്ത് തോർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം വെയിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നടന്നു. അങ്ങ് ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരു ഓട്ടോ കിട്ടി. അതിൽ കയറി. പോകുന്ന വഴിക്ക് കുറച്ച് ഗട്ടറൊക്കെ ഉണ്ടായിരുന്നു. മഴയൊക്കെ പെയ്ത് സീനായിട്ട് കിടക്കുമായിരുന്നു. വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത് എന്താണ് സത്യത്തിൽ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കറിയാവുന്ന രീതിയിൽ പറയുന്നത് എത്രത്തോളം നന്നാവുന്നുണ്ടെന്നും കാണുന്ന നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട് എന്നും എനിക്കറിയില്ല. സോ നിങ്ങളൊന്ന് പറ്റുന്നവർ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. എൻ്റെ വോയിസ് ഓവറിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്ന് എനിക്കൊന്ന് മനസ്സിലാക്കാൻ കേട്ടോ. ആദ്യം വന്നേക്കുന്നത് ഫോൺ വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് ഇറങ്ങി ഞാൻ ഒരു നാരങ്ങാവെള്ളമൊക്കെ കുടിച്ച് പതിയെ നടന്നു. ഒരു കുട്ടി ഷോപ്പിലോട്ടാണ് കേട്ടോ പോകുന്നത്. എനിക്കിത് കൂട്ട് സ്ലൈഡ്, അതുപോലെ തന്നെ ഫേസ് നോക്കുന്ന മിറർ, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. സ്ലൈഡ് എനിക്ക് എത്ര വാങ്ങിയാലും പിറ്റേ ആഴ്ച ആകുമ്പോഴത്തേനും ഞാൻ അത് എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് കളഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഒരു കുഴപ്പം എനിക്കുണ്ട് കേട്ടോ. പിന്നെ നേരെ വണ്ടിയിൽ കയറി വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഭയങ്കരമായിട്ട് ടയേർഡായിട്ടുണ്ടായിരുന്നു. നല്ല വെയിലുണ്ടായിരുന്നു ടൗണിലൊക്കെ. പിന്നെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി തരാൻ അമ്മയോട് പറഞ്ഞു. സേമിയ ഉപ്മാവാണ് കേട്ടോ അമ്മ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നത്. ആദ്യം തന്നെ ഒരു പാൻ വെച്ച് അതിൽ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക്, പച്ചമുളക് ഇതെല്ലാം നന്നായിട്ടൊന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേനും അതിലോട്ട് പച്ചമുളക്, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞതും ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒന്ന് വഴറ്റി മാറ്റി വെച്ചതിന് ശേഷം ആവശ്യത്തിന് വേണ്ട കശുവണ്ടി, അതുപോലെ തന്നെ മുന്തിരി ഇതൊക്കെ എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കടല എല്ലാം കൂടെ മിക്സ് ചെയ്യുക. വഴറ്റിയതുമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചുമലപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് തക്കാളിക്കായിട്ട് ആവശ്യത്തിന് വേണ്ട മഞ്ഞൾപ്പൊടി ഇട്ട് ആ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ എത്രയാണ് സേമിയ എടുക്കുന്നത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കിനും മാറ്റി വെച്ച, അതായത് ഫ്രൈ ചെയ്ത സേമിയ കേട്ടോ, അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മൂടി വെക്കുക. അത് കഴിയുമ്പോഴത്തേനും നമ്മുടെ സേമിയ ഉപ്മാവ് റെഡിയാവും. ചിലർ സോസ് ഒഴിച്ച് കൂട്ടും. ഞാൻ കൂട്ടില്ല കേട്ടോ, എനിക്ക് അതിൻ്റെ ഫ്ലേവർ പിടിക്കില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം.